നമസ്കാരം പ്രിയരെ. സിനിമാ ഗാനരചയിതാവ്, പത്രമാധ്യമ പ്രവർത്തകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ വളരെ പ്രശസ്തനായ നർമ്മ ഭടക്തികളൊക്കെ ചെയ്ത കാനേഷ് പൂനൂരാണ് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. താങ്ക് യു. പത്രമാധ്യമ രംഗത്ത് ഒരുപാട് വർഷക്കാലം പത്രാധിപരായിട്ട് ഇരുന്നിട്ടുണ്ട്. ചന്ദ്രിക, ആഴ്ചപ്പതിപ്പ്, അതുപോലെ സൗദി ടൈംസിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഈ മുസ്ലിം ഇതിലുള്ള ഒരു പണ്ഡിതൻ്റെ മകനായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഖാദിയായുള്ള ഒരാളുടെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ കോളേജിൽ അയക്കുമ്പോഴേ വരെ പറഞ്ഞത്, പിന്നെ ഇതും ഒരു ഇബാദത്താണ് എന്ന നിലയിലാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ അതിനെ പഠിപ്പിക്കുന്നത് പോലും നല്ലതാണ്. പക്ഷേ അദ്ദേഹത്തെ പലരും കുറ്റം പറഞ്ഞു, നിങ്ങളെങ്ങനെ ഖാദിയായിട്ട് പോലും ഈ ദർസിലൊന്നും അയക്കാതെ എങ്ങനെയാണല്ലോ അയക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ, പക്ഷേ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അദ്ദേഹം അങ്ങനെ കോളേജിലെത്തിയപ്പോഴേ ഭയങ്കര സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ. അപ്പം ഞാൻ മുമ്പേ ആഗ്രഹിക്കുന്നതാണ് ഫിലിമൊക്കെ കാണണമെന്നൊക്കെ. അപ്പം പല സിനിമക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിക്കാനൊന്നും ശരിക്കും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ അത് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ എന്നിട്ട് പിന്നെ ആദ്യം സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു, അതായത് ബയോളജിയൊക്കെ ഉള്ള ഇതായിരുന്നു. പക്ഷെ ഞാനൊന്നും പഠിച്ചില്ല. അവസാനം പിന്നെ അതിൽ തോറ്റു. അത് കഴിഞ്ഞ് ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് എഴുതിയിട്ട് BA മാർക്കൊക്കെ കിട്ടി. കുഴപ്പമില്ല, ജേർണലിസം സബ്സിഡിയറി ആയിട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ എൻ്റെ ഫാദർ അനിയന് ഞങ്ങളൊക്കെ കുഞ്ഞിയാപ്പാന്ന് വിളിക്കുക. അദ്ദേഹം പോസ്റ്റ് മാഷായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ CHൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോഴാണ് ഇവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നത്, ചന്ദ്രികയിലൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയപ്പോഴേ എനിക്ക് ഒരു 8 പേർക്ക് അന്ന് ടെസ്റ്റ് നടത്തി, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നു. പക്ഷെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അന്ന് എനിക്കാണ് ഫസ്റ്റ് കിട്ടിയത് ആ ട്രാൻസ്ലേഷന്. അങ്ങനെ. പക്ഷെ അന്ന് ഫസ്റ്റ് ഡേ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൻ മരിച്ചൊരു വാർത്ത എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രൂഫ് നോക്കി. ഞാനത് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷേ ആദ്യത്തെ വർക്ക്. പക്ഷേ പ്രൂഫ് നോക്കി ഞാനായിരുന്നു വലിയൊരു അബദ്ധം പറ്റി. പരേതനായ മുഖ്യമന്ത്രിയുടെ മകൻ മുങ്ങി മരിച്ചു എന്നാണ് ആ ന്യൂസ്. പക്ഷേ പത്രത്തിൽ വന്നത് എന്താ അറിയാം, പരേതനായ മുഖ്യമന്ത്രി മുങ്ങി മരിച്ചു എന്ന്. മകൻ എന്നോട് വിട്ടുപോയി. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രൂഫ് നോക്കിയപ്പം അബദ്ധം പറ്റിയ അല്ല. അപ്പോൾ അത് പത്രത്തിൽ അങ്ങനെ അബദ്ധം വന്നു. ഇപ്പോൾ CH എന്നോട് ചോദിച്ചു, ആ മരിച്ച ആളെ തന്നെ വീണ്ടും കൊന്നില്ലേ എന്ന് ചോദിച്ചു. അയാളെപ്പോഴും നർമ്മം പറയുന്ന ഒരാളാണ്, വളരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ഒരു അനുഭവം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെറിയ കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ എന്നെ AM കുഞ്ഞിബാവ, PA മുഹമ്മദ് കോയ എന്നൊക്കെ പറഞ്ഞ ഇതായിരുന്നു. അവരാണ് എന്നെ വീക്കിലിയിലേക്ക് ക്ഷണിച്ചതും. അങ്ങനെ ഞാൻ വീക്കിലിയിൽ അസിസ്റ്റൻ്റായി ചേർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ ലീവിന് പോയപ്പോൾ പിന്നെ ഞാൻ വരുന്നത് വരെ വളരെ ഏതോ ചെറിയ ആഴ്ചകൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ തന്നെയായിരുന്നു വീക്കിലിൻ്റെ പത്രാധിപർ, എഡിറ്റർ ഇൻചാർജ്. മറ്റേ നമ്മൾക്ക് ആ പൊസിഷനിൽ ഇതിൽ തരില്ലെങ്കിലും അതായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിഞ്ഞു. മുകുന്ദൻ്റെ ഈ ലോകം അതിലൊരു മനുഷ്യനൊക്കെ അന്നാണ് പബ്ലിഷ് ചെയ്ത്. പിന്നെ അതുപോലെ വൈക്കം ബഷീറിൻ്റെ ഒരു പിന്നെ ആത്മകഥ പോലുള്ള ഇതൊക്കെ, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങളും ഉത്തരാധുനികതയുടെ കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പലതും ചെയ്യാൻ കഴിഞ്ഞു. എന്നിട്ട് അന്ന് സർക്കുലേഷൻ വളരെ നന്നായിട്ട് കൂടിയിരുന്നു. അദ്ദേഹവുമായി വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നു. ഉണ്ട്. അദ്ദേഹം സാഹിത്യകാരന്മാർ ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെന്നാൽ വല്ലതും കഴിച്ചതാണോ എന്ന് അയാൾ ചോദിക്കാതിരിക്കില്ല. മറ്റ് വലിയ എഴുത്തുകാരൊക്കെ ഒരു ചായയൊക്കെ തന്നാലായി എന്ന് മാത്രം. പക്ഷേ ഇദ്ദേഹം എപ്പോഴും ഒരുപാട് വിശപ്പറിഞ്ഞ ആളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഉണ്ട്, അമ്മ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ അതിൽ പിന്നെ ഇദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കലായിരുന്നല്ലോ പതിവ്. അങ്ങോട്ട് അർദ്ധരാത്രി വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പം വാതിൽ മുട്ടി തുറന്നു.
മകനെ കെട്ടിപ്പിടിച്ചു. ഒപ്പം തന്നെ ചൂടുള്ള ചോറ് വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഓരോ മകനില്ലാത്ത ഓരോ രാത്രിയും മകൻ വരൂ എന്നുള്ള പ്രതീക്ഷയിൽ ഈ അമ്മ ചോറ് വിളമ്പി വെക്കാറുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വളരെതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രസക്തമാണ്. അല്ലെങ്കിലും പുതിയ കാലത്തെ അമ്മയെപ്പറ്റി ഞാനിപ്പം വെറുതെ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നാട്ടിൽ പൂനൂരിലെ ഞാൻ മാത്രമല്ല വേറെ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. പിന്നെ പൂനൂർ കെ കരുണാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഭ്രാന്താസ്പത്രിയിലായിരുന്നു ജോലി ചെയ്ത്. അവിടെ ലേ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ കവിയാണ്. അപ്പോൾ ആ ബുക്കിൽ വല്ലാതെ ഈ ഒരു അമ്മയെ പറ്റിയുള്ളൊരു പരാമർശമുണ്ട്. ഈ രണ്ട് അമ്മമാരെയും താരതമ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതിൽ പിന്നെ ഇവരൊക്കെ പിന്നെ അവിടെ ഭ്രാന്താസ്പത്രിയിലാകുമ്പോൾ രോഗികളിങ്ങനെ നടക്കും. വളരെ അധികം ഭ്രാന്തിലെത്തിയവരൊക്കെ പല പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷെ അവിടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. 20-21 വയസ്സേ ഉള്ളൂ. അവർ പിന്നെ എപ്പോഴും ചോദിക്കത്രേ, എൻ്റെ അമ്മ എന്താണ് വരാത്തത്? പിന്നെ അവരെന്നെ ന്യായീകരിക്കും. അമ്മക്ക് വീട്ടിൽ എന്തൊക്കെ ജോലിയാണ്, ഭക്ഷണം ഉണ്ടാക്കണം, അരി ഇടിക്കണം, മറ്റേ മുളക് ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ അവരെന്നെ അമ്മയെ ന്യായീകരിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും വരാത്തത് എന്നുള്ള ഇതിൽ പ്രശ്നത്തിലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കത്രേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് 3 ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് അവർക്ക് എല്ലാ രോഗവും മാറിയെന്ന്. അപ്പോൾ ഈ ലേ സെക്രട്ടറി ആയതുകൊണ്ട് നമ്മുടെ ഈ പൂനൂർ കെ കരുണാകരനാണ് അവരുടെ അമ്മക്ക് കത്തെഴുതുന്നത്, നിങ്ങളുടെ മകൾക്ക് പരിപൂർണമായി സുഖമായിരിക്കുന്നു, അവളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന്. ആ കത്ത് പോസ്റ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞില്ല. അതിൻ്റെ മുമ്പ് ഈ അമ്മ ചവിട്ടി കുതിച്ച് വന്നിട്ട് എല്ലാവരെയും തെറി പറയുകയായിരുന്നു. ഭ്രാന്താസ്പത്രിയിൽ നിന്നാണോ വീട്ടിലേക്ക് കത്തെഴുതുന്നത്? എനിക്ക് വേറെയും പെൺകുട്ടികളില്ലേ എന്നൊക്കെ ചോദിച്ചില്ലേ. എന്നിട്ട് സ്വന്തം മകളെ ഒന്ന് കാണാതെ ഇറങ്ങിപ്പോയി. ആരുടെ താരതമ്യം ചെയ്താണ്. അപ്പോൾ ബഷീറിൻ്റെ ആ അമ്മ ഒക്കെയാണ് ജീവിതത്തിൽ ബഷീറിൻ്റെ സ്നേഹം നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തമാശയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ പറയുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പുലർക്കാല യാമങ്ങൾ എല്ലാം എഴുതാൻ പ്രചോദനമായത് ബഷീറുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അങ്ങനെയല്ല, വായിച്ചു തുടങ്ങി. പിന്നെ ബഷീർ കഴിഞ്ഞാൽ പിന്നെ MT ആണ് ഞാൻ ഒരുപാട് വായിച്ചത്. പിന്നെ ആദ്യം അതിൻ്റെ കാലത്ത് ഈ നമ്മുടെ വായന പുഷ്ടിപ്പെടുത്തുന്നതിന് മുമ്പ് മറ്റേ കാനം വിജയൻ്റെയും മുട്ടത്ത് വർക്കിയുടെയും മൊയ്തു പടിയത്തിൻ്റെയൊക്കെ കഥകളായിരുന്നു വായിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് വരണം എന്ന് തോന്നിയത്. അങ്ങനെ ഇവരുടെയൊക്കെ വായിച്ചപ്പോഴാണ് നമ്മളെ മനസ്സ് പിന്നെ ഈ മറ്റേ ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ഒരുപാട് നമ്മളെ ത്രസിപ്പിച്ച പുസ്തകമാണ്. പിന്നെ MTയുടെ പല പുസ്തകങ്ങളും. പക്ഷേ ബഷീർ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും വേണമെങ്കിൽ ഇവിടെ പ്രസക്തമാണെങ്കിൽ അദ്ദേഹം ചിലപ്പോഴൊക്കെ ഉള്ളൊരു ചെറിയ തമാശ പറയണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചന്ദ്രികയിൽ നിന്ന് പിന്നെ അദ്ദേഹത്തെ കാണാൻ പോകുന്നതുകൊണ്ട് ചിലപ്പം എൻ്റെ കൂടെ പിന്നെ അന്ന് സിനിമാ രംഗത്തൊക്കെ തുടങ്ങിയ ആളാണ് പിന്നെ IV ശശി, പിന്നാണ് ഡയറക്ടർ ആയത്. അന്ന് ചന്ദ്രികയിൽ ചിത്രവും വരക്കുകയായിരുന്നു. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പൂവച്ചൽ ഖാദർ. ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ കാണാൻ പോകും. അങ്ങനെ ഒരു ദിവസമാണ് ബഷീർ പെട്ടെന്ന് ചോദിക്കണേ, നിങ്ങൾ ഇടയ്ക്ക് വരുന്നാലും ഒരു ദിവസം ഇവിടുന്ന് ആഹാരം കഴിച്ചാലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പിന്നെ അദ്ദേഹം ചോദിച്ചു കോയെ കിട്ടുമെന്ന്. അതായത് CH ചീഫ് എഡിറ്ററാണല്ലോ. വിളിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തെയും കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഭാര്യയെ വിളിച്ചു, ഫാബിന്ന്. അപ്പോൾ അവരെ അടുക്കളയിലെ തിരക്കിലായിരിക്കും, മിണ്ടിയില്ല, മറുപടിയൊന്നും കേട്ടില്ല. വീണ്ടും വിളിച്ചു, അപ്പോഴും മറുപടിയില്ല. മൂന്നാമതും വിളിച്ചപ്പോഴും മറുപടി ഇല്ലാത്തപ്പോൾ ബഷീർ ഞങ്ങളോട് പറയാ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അവർ ഭർത്താവിനനുസരിക്കാതെ ഭാര്യയൊന്നുമല്ല, പല്ലും മുടിയൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യാനുള്ള താമസമാണ്. അത് സത്യത്തിന് അവർ അവിടെ അല്ലല്ല അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് വരാത്തത്. പക്ഷെ ഇദ്ദേഹത്തിന് ഇങ്ങനെ നർമ്മം വരും എന്നുള്ളതാണ്. നർമ്മം അപ്പം വരുന്ന അയാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വേണമെങ്കിലും ഒരു സംഗതിയോട് പറയാം, അദ്ദേഹം ബഷീർ ബുക്ക് സ്റ്റാൾ നടത്തിയിരുന്നു എറണാകുളത്ത്. അന്ന് പിന്നെ അദ്ദേഹം അതുകൊണ്ടൊക്കെ ജീവിക്കണത്. പിന്നെ ഒരു വളരെ സുന്ദരിയായൊരു പെണ്ണ് എന്ന് വന്നിട്ടൊരു പുസ്തകം എടുത്തിട്ട് ഞാൻ വായിച്ചു കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. ആദ്യം ബാല്യകാല സഖി എടുത്തു, പിന്നെ എൻ്റെ ഉപ്പ കരാറുണ്ടായിരുന്നു. അങ്ങനെ എന്നും വന്നപ്പോൾ പിന്നെ ഈ ഇദ്ദേഹത്തിനൊന്നും വാങ്ങുന്നില്ലല്ലോ, കാരണം ഇയാളും പ്രാരാബ്ധത്തിലാണല്ലോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേ പിന്നെ പറഞ്ഞു, ഇങ്ങനെ ഭവതി ഒരു കാര്യം ചെയ്യണം, പിന്നെ ഏതായാലും പുസ്തകം വാങ്ങുന്നില്ല,
പക്ഷെ പിന്നെ ഇപ്പോൾ അന്നൊക്കെ ഈ സാരി എടുക്കുന്നതേ പിന്നെ പലപ്പോഴും സ്ത്രീകളൊക്കെ ഇവിടെ അല്പം ബ്ലൗസിൻ്റെ താഴെ ഒരു സ്ഥലം ഒഴിച്ചിട്ടിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ ദയവായിട്ട് അവിടെ ബഷീർ ബുക്ക് സ്റ്റാൾ എന്നൊന്ന് എഴുതി വെക്കണം, കാരണം എല്ലാ പുരുഷന്മാരും നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എപ്പോഴും നർമ്മം വരുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും പരിശുദ്ധനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ചന്ദ്രിക പതിപ്പിലെ പിന്നെ വർഷങ്ങൾ ജോലി ചെയ്തു. അന്ന് തന്നെയാണ് ഞാനൊരു ആദ്യത്തെ നോവൽ എഴുതുന്നത്, പൂക്കുറിഞ്ഞി പക്ഷി എന്നായിരുന്നു. അത് ഞങ്ങളുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു മുസ്ലിം അന്തരീക്ഷത്തിലുള്ള കഥയാണ്. അത് പിന്നെ പൊതുവെ നന്നായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വല്ലാത്തൊരു വിഡിത്തം ചെയ്തു. ജീവിതത്തിൽ ഒരുപാട് വിഡിത്തം ചെയ്തിട്ടുണ്ട്. കാരണം പിന്നെ എൻ്റെ ബ്രദറ് ഗൾഫിലേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ വിസയെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, അവനാണ് എനിക്ക് ചന്ദ്രിക ആഴ്ചപ്പത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ശമ്പളം അവനാണ്. അവന് പറഞ്ഞു എനിക്കല്ലേ ശമ്പളം കുറവ്, ഞാൻ പോയാലോ വന്നു. അങ്ങനെയാണ് സാലി എന്ന് പറഞ്ഞിട്ട് വാഴക്കാടുകാരനുണ്ട്, അദ്ദേഹം വിസ ശരിയാക്കിയിട്ട് അങ്ങനെ പോകണം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയണില്ല. അപ്പം അല്ലെങ്കിൽ ഞാൻ അത് എൻ്റെ വേറൊരു കാര്യമുള്ളത്, എൻ്റെ ആദ്യത്തെ പാട്ട് എഴുതിയിട്ടേ ഇല്ലായിരുന്നു. പനിനീര് പെയ്യുന്നു, സലാം കാരശ്ശേരി, എം എൻ കാരശ്ശേരി തിരക്കഥ എഴുതി, സലാം കാരശ്ശേരി അന്ന് നിർമ്മാതാവും അഭിനേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലാണ് ഞാൻ ആദ്യത്തെ പാട്ട് എഴുതുന്നത്. അതിൽ പൂവച്ചൽ ഖാദറൊക്കെ എഴുതിയിട്ടുണ്ട്. പൂവച്ചൽ ഖാദർ അന്ന് കോഴിക്കോട്ട് ആണ്, ഇവിടെ വന്ന് എൻജിനീയറാണ്. അദ്ദേഹം PWDയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ അന്നാണ് ചന്ദ്രികയിൽ സ്ഥിരമായിട്ട് എഴുതാൻ തുടങ്ങിയത്. പിന്നെ ചന്ദ്രികയിൽ എഴുത്ത് തുടങ്ങിയിട്ട്, അതായത് പത്രമാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ടാണ് ഗാനരചനയിലേക്ക് പോയിട്ടുള്ളത്. അതെ. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോഴേ പിന്നെ ഞാൻ മദ്രാസിൽ പോയിട്ട് റെക്കോർഡ് ചെയ്ത് കെ രാഘവമാഷായിരുന്നു ട്യൂണ്. അതിൽ രാഘവമാഷ് എന്ന് വെച്ചാൽ പല പുതിയ കാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഒരു പ്രത്യേക സ്വഭാവക്കാരാണ്. പക്ഷെ അദ്ദേഹം എന്നും നമ്മളോട് എന്ത് ചെറിയൊരു അക്ഷരം മാറ്റേണ്ടി വന്നാൽ പോലും ചോദിക്കുന്നൊരു രീതിയായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ വളരെ ഒരുപാട് സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പാടണ്ട, നിങ്ങൾ പാടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഓടിയെന്ന് വരും. കാരണം എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തല്ലിയാലും ഞാൻ സഹിക്കും, പാട്ട് പാടരുതെന്ന്. കാരണം എൻ്റെ ഉള്ളിലൊരു മ്യൂസിക്കിൻ്റെ ഒരു ഈണത്തിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തീരെ പുറത്ത് പാടാൻ കഴിയില്ല. ആ അംശം ഉണ്ടായതുകൊണ്ടല്ലേ 1979 ആ പടം ഇറങ്ങുന്നത് അല്ലേ? അല്ല, അപ്പോഴേക്കും ഞാൻ വേറെ ഒന്നുള്ളത്, അന്ന് മദ്രാസിൽ നിന്ന് രാഘവമാഷ് ട്യൂൺ ചെയ്ത് ജയചന്ദ്രനാണ് അത് പാടിയത്. അപ്പോൾ ഞങ്ങളെടുത്ത അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ഉണ്ട് ഒന്നിച്ച്. അപ്പോൾ അന്ന് പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു പയ്യനാണ്, ജയചന്ദ്രൻ പറഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് പാട്ട്, വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ മടങ്ങി വന്ന് ആ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ മറ്റേ അബദ്ധം ചെയ്തല്ലോ, ഗൾഫിൽ പോയി. അത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരിക്കൽ പിന്നെ ഇവിടുത്തെ കോഴിക്കോട് സിനിമക്കാർ താമസിക്കുന്ന അതിൻ്റെ മഹാറാണീൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു ജയചന്ദ്രന് അവിടെ ഉണ്ട് എന്ന്, റൂമിലുണ്ട്. അപ്പോൾ റൂം നമ്പർ ചോദിച്ചു. അപ്പോൾ ഞാൻ റിസപ്ഷനിൽ റൂമിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഫോണെടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, വർഷങ്ങൾക്കുള്ള മുമ്പുള്ള പരിചയമാണ്, എൻ്റെ പേര് കാനേഷ് പൂനൂരുന്ന്. ഉടനെ ഒരു മറുപടിയും പറയാതെ പനിനീര് പെയ്യുന്നു 2 വരി പാടി. ഇത് കൊണ്ടോട്ടിയുടെ നേർച്ചയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു പിന്നെ അല്ല ആ സിനിമ ആ പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ അതിൽ ഒരു അത്തർ വിൽപ്പനക്കാരൻ അവിടെ വരികയാണ്, കൊണ്ടോട്ടി വരിക നേർച്ചയ്ക്ക്. അപ്പോൾ അവിടെയുള്ള പിന്നെ ഒരു ബീഡി തീർപ്പുകാരൻ്റെ അനിയത്തി, അന്ന് ഊർമിളയാണ് നടി, PA ബക്കർ കൊണ്ടുവന്ന നടി, അവളെ സ്നേഹിക്കുന്നതാണ്. അപ്പം സ്നേഹിക്കുമ്പം പാടുന്നതാണ് ആദ്യത്തെ പനിനീര് പെയ്യുന്നു. അതാണ് കൂടുതൽ ഹിറ്റായത്. പക്ഷേ ചെയ്യുന്ന നല്ല പനിനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരിശൽ മോണി പൈങ്കിളി, അങ്ങനെ പറഞ്ഞിട്ടാണ് ആ പാട്ട് പോകുന്നത്. പക്ഷേ ഇയാൾ ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതിനു വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കാൻ പോകും, പിന്നെ ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നിക്കാഹിന് വേണ്ട. അങ്ങനെ മടങ്ങി വരുമ്പോഴേക്കും ഒരു 2ാം കെട്ടുകാരന് ഈ കുട്ടിയെ
കല്യാണം കഴിച്ച് കൊണ്ടുപോകും. അതായിരുന്നു വലിയ അതല്ല, അതിലൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഹിറ്റായ പാട്ട് പനിനീര് പെയ്യുന്നുള്ള ഈ സന്തോഷത്തിൻ്റെ പാട്ടാണെങ്കിലും ഈ ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയതിനു ശേഷം പിന്നെ പാടുന്ന ദുഃഖത്തിൽ പാടുന്നുണ്ട്. കാരണം സലാം കാരശ്ശേരി തന്നെ ആയിരുന്നു അതിൽ നടനും. വലിയൊരു ഹാജിയാരാണ്, വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, വലിയ തറവാട്ടുകാരനാണ്. അപ്പോൾ ഇയാൾ ദുഃഖത്തിൽ പാടുന്ന. അപ്പോൾ അതിൽ ഈ അനുപല്ലവി എഴുതാൻ കഴിഞ്ഞപ്പോൾ വല്ലാതെ സന്തോഷം തോന്നി. അത് ആ പശ്ചാത്തലത്തോട് യോജിപ്പിക്കാനും കഴിയുന്നതല്ല. പിന്നെ ആ വരി എന്താണെന്നല്ല, ഇത് പനീര് പെയ്യുന്നു 14-ാം രാവിൽ പനിമതി പിടയെ വിളിക്കുന്നു പുതിയൊരിശൽ മൂളി പൈങ്കിളി എന്നുള്ളിൽ എന്നാലോ മാരിക്കാർ വന്ന് മൂടുന്നു അമ്പേറ്റ പോലെ എൻ കൽബിലെ കിളി കീഴുന്നു. അടുത്ത വരിയാണ് എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടി. ഏതോ സുബർക്കത്തിൽ സ്വർണ്ണത്താമര മഞ്ചത്തിൽ ചിരിയുടെ ചീരണി വെച്ച് നീ സുൽത്താനേകുമ്പോൾ റൂഹിലെരിയിച്ച ചന്ദനത്തിരി ഗന്ധത്തിൽ ഹൂറി ഞാൻ മൗത്തായ മോഹത്തിൻ ജാറം മൂടുന്നു. ജാറത്തിൻ്റെ ഇത് കൂടിയൊക്കെയുള്ള നേർച്ച ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ അന്നൊക്കെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ മനസ്സിൽ അങ്ങനെ വരികയാണ്. അല്ല നമ്മൾ ആദ്യം ആലോചിച്ചിട്ട് വെച്ചിട്ടൊന്നുമല്ല. അങ്ങനെ അതെ അതെ അതൊക്കെ അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. പിന്നെ എത്രയോ വർഷം കഴിഞ്ഞിട്ടേ ആണ് ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നത്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഞാനില്ലല്ലോ. ഗൾഫിന്റെ കാര്യം ഇങ്ങനെ ഇപ്പൊ കുറേ പറയുന്നുണ്ടല്ലോ. പ്രവാസകാലത്ത് എന്തായിരുന്നു അവസ്ഥ? അതായത് അവിടുത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവും. അവിടെയും അല്ലല്ല, ഒന്നും ആയിരുന്നില്ല. അല്ല ഉണ്ടായിരുന്നു. എനിക്ക് കുഴപ്പമില്ലാതെ ജോലിയൊക്കെ കിട്ടി. ഞാൻ കുറച്ചു കാലം വല്ലാതെ കഷ്ടപ്പെട്ടു. ബോംബെയിൽ തന്നെ കുറേ നിൽക്കേണ്ടി വന്നു. ബോംബെയിൽ പിന്നെ വിസ അടിക്കുന്നില്ല. ഞങ്ങൾ നരിമാൻ പോയിൻ്റിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ അവിടെ പോയി അന്വേഷിക്കും, ആയിട്ടില്ല എന്ന് മറുപടി വരും. അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ ക്രാഫോർഡ് മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു പിന്നെ ചെറിയ ലോഡ്ജ് പോലെ ഉണ്ടായിരുന്നു. അവിടെ 10 രൂപക്ക് ആണ് റൂമിൽ ആ കട്ടിലിന് 10 രൂപ കൊടുക്കണം. അങ്ങനെയാണ് അവിടെ ജീവിച്ചത്. അങ്ങനെ പിന്നും വിസ അടിക്കില്ല, നീണ്ടുപോകും. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴേ ഇവിടെ ഇപ്പം പാരമൗണ്ട് ടവറിൻ്റെ ഉടമസ്ഥനൊക്കെ ആയ KP മുഹമ്മദ് അലി ഉണ്ട്. ആ അജിതയുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ. ഇദ്ദേഹം അവിടെ നമ്മളെ യാത്രയാക്കാനൊക്കെ അവിടെ വന്നിരുന്നു. അപ്പം പലപ്പോഴും പറയും, ഇതാ നമ്മളിങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോഴേ ഇതാ വിസ രോഗികൾ ഇതൊക്കെ കിടക്കണമെന്നൊക്കെ പറഞ്ഞ് തമാശ പറയാറുണ്ട്. വിഷമം തോന്നിയിരുന്നു. പിന്നെ ഒരിക്കലേ നമുക്ക് അവസാനം വിസ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടേ നമ്മൾ അന്നൊക്കെ ശരിക്കുള്ള പേപ്പറൊന്നും ഇല്ലാതെ ചവിട്ടിക്കയറ്റുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. മറ്റേ കാര്യങ്ങളൊന്നും ശരിയാകാതെ അങ്ങനെയൊക്കെ ചവിട്ടി കയറ്റാനൊക്കെ തുടങ്ങിയപ്പോഴേ കയ്യിലുള്ള എല്ലാ ചില്ലറ പൈസ വരെ പിന്നെ ദാനമൊക്കെ ചെയ്തിട്ടാണ് പിന്നെ അവിടുന്ന് മടങ്ങിപ്പോരേണ്ടി വന്നത്. പിന്നെ സാക്കിനാക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 മാസം പിന്നെ വളരെ മോശമായ പിന്നെ ഒരു ഇതാണ്, ലോഡ്ജല്ല, ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ കെട്ടിടങ്ങളുള്ള അതിൻ്റെ അകത്ത് ഇങ്ങനെ കഴിഞ്ഞു. വെള്ളമൊക്കെ വഴിയിൽ നിന്ന് എടുക്കണം. പിന്നെ മറ്റു കാര്യങ്ങൾ വിസർജനങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ തന്നെ ആ സ്ഥലത്തിലൊക്കെ പറമ്പിലൊക്കെ പോകേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറച്ച് ദുരിതമൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ വിസടിച്ച് പോയി. അങ്ങനെയൊക്കെ ആണ് സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടെ ജോലി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടി. അപ്പോൾ ഏതായാലും വലിയ പൈസക്കാരനൊന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ പല കർത്തവ്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് വീടുണ്ട്. ഇല്ല, വല്ലപ്പോഴൊക്കെ സൗദി ടൈംസ് അതിൻ്റെ ശേഷം ഞാൻ മടങ്ങി വന്നിട്ട് ആണ് ഞാൻ പിന്നെ പല സ്ഥലത്തും വർക്ക് ചെയ്ത്. തിരിച്ച് നാട്ടിലെത്തി പിന്നെ 8-9 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ 8-9 വർഷം നിന്നിട്ടാണ് എത്തിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് പിന്നെ പുതിയ ഇപ്പോഴുള്ള വരുമാനത്തിനൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. വീട്ടിൽ കല്യാണങ്ങളൊക്കെ പലതും നടന്നു, പിന്നെ വീടുണ്ടാക്കി ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴുള്ള ഒരു വരുമാനത്തിനൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടുകൂടിയാണ് ഉള്ളത്. പക്ഷെ മടങ്ങി വന്നിട്ടാണ് ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്യുന്നത്. അന്ന് ഈസ്റ്റ് കോസ്റ്റ് വിജയന് സംഗീതിക എന്ന് പറഞ്ഞ മ്യൂസിക് മാഗസിൻ നടത്തിയത്. അതിൻ്റെ എഡിറ്ററായിട്ട് ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്ത് 1 വർഷം ഞാൻ ജോലി ചെയ്തിരുന്നു. പിന്നെ വേറൊരു ആവശ്യത്തിന് ഞാൻ മടങ്ങി പോകുന്നതാണ്. പിന്നെ അതൊക്കെ നല്ല ശമ്പളമൊക്കെ തന്നിരുന്നു അയാൾ. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അറിയാലോ, ഇതൊക്കെ എടുക്കുന്ന ആൾ. പിന്നെ അതുപോലെ ഞാൻ സൗദി ടൈംസിൻ്റെത്
ഞാൻ അങ്ങോട്ട് പോയിട്ടൊന്നുമല്ല. എൻ്റെ ചീഫ് എഡിറ്ററാക്കിയിട്ട് അതിലൊന്നും ഒരു പങ്ക്തിയൊക്കെ എഴുതുകയായിരുന്നു. പിന്നെ വർത്തമാനം തുടങ്ങിയപ്പോഴേ അതിൻ്റെ ഗൾഫ് എഡിഷൻ എഡിറ്ററായി. അല്ല അതെ, പക്ഷെ ഇവിടെ കോഴിക്കോട് തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. രാത്രി വർക്ക് ചെയ്യണം. ആ ഗൾഫ് എഡിഷൻ്റെ ചാർജ് എനിക്കായിരുന്നു. അങ്ങനെ വർത്തമാനത്തിലാണ്. 1989 ഓമക്കുയിൽ പാടുമ്പോൾ എന്നുള്ള പാട്ട്. അതെ അതിലുള്ള പാട്ട് അതില് ഏത് സമയത്ത് എഴുതിയപ്പോ എങ്ങനെയായിരുന്നു ഇതിന്? ഈ പ്രവാസകാലത്തിന്റെയും നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന കാലത്തിന്റെയും ഇടയിലാണോ, എങ്ങനെയാണ്? അല്ല, അന്ന് നാട്ടിൽ തന്നെയാണ് ഞാനുള്ളത്. എക്സാക്റ്റ് ഡേറ്റ് ഏതാണെന്ന് അത് ഞാൻ ഓർക്കണില്ല. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് പഴശ്ശിരാജ വരുന്നതും. അതിലിത് അതിലെ പിന്നെ അതായത് സിനിമയിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നുകിൽ പ്രണയമായിരിക്കും, അതല്ലെങ്കിൽ പിന്നെ ഒപ്പന, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇത് ദൈവത്തെ പ്രകീർത്തിച്ചിട്ടുള്ള ആദ്യത്തെ പാട്ടാണ് സിനിമയിൽ. അത് പക്ഷേ പഴയ ഭാഷയിലൊക്കെ എഴുതേണ്ടി വന്നു. ആലമടങ്കൽ അമൈത്തവനല്ലേ, അതായത് ലോകം മുഴുവൻ സൃഷ്ടിച്ചവനല്ലേ എന്ന്, മശിരിക്കും മകരിമും ഇശകോർത്ത് തന്നവനല്ലേ എന്ന്, പടിഞ്ഞാറും കിഴക്കിനെയും യോജിപ്പിച്ച് തന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞു. അത് കുറച്ചുകൂടെ ഫാസ്റ്റ് നമ്പറിൽ വരുമ്പോ ഒരു ഭയങ്കര ഒരു മുഴക്കം പോലെ. പിന്നെ അദ്ദേഹം ഇളയരാജ അതിനുവേണ്ടി ചില അറബി ഐറ്റംസൊക്കെ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ ഇരുന്നിട്ട് ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിലൊരു നിങ്ങളൊരു ഫോട്ടോ കണ്ടില്ലേ, അതിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, ഹരിഹരനും പാട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞത് തന്നെയാണ്. എന്താന്ന് വെച്ചാല് ഒരു പ്രത്യേകത മലയാള സിനിമയില് അതുവരെ അത്തരത്തിലൊരു പാട്ട് അത് വന്നിട്ടില്ല. പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ട്. അതിൽ മധുചന്ദ്രലേഖയിൽ വന്നൊരു പാട്ട്, മനസ്സിൽ വിരിയുന്ന മലരാണ് സ്നേഹം, നുണ പോലെ തോന്നുന്ന നേരാണ് സ്നേഹം, ഓർക്കുവാൻ സുഖമുള്ള നോവാണ് സ്നേഹം. ഇപ്പം അന്നുണ്ടായ വെറുതെ ഒരു തമാശയും കൂടി പറഞ്ഞുതരാം. അന്ന് അത് സമത് പങ്കട എൻ്റെ ഒരു സുഹൃത്താണ്, അധ്യാപകനൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഈ പടം നിർമ്മിച്ചത്. രാജസേനനായിരുന്നു സംവിധാനം. അപ്പം അന്ന് പിന്നെ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അതിൽ മറ്റു പാട്ടുകളൊക്കെ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. കാരണം രാജസേനൻ പറഞ്ഞാന്ന് തോന്നുന്നുണ്ട്. പിന്നെ പുതിയ കുറച്ചുകൂടി കാലത്തുള്ള പാട്ടുകൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ ഒരു ദിവസം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗിരീഷ് പുത്തഞ്ചേരി പനിനീര് പെയ്യുന്നു മുഴുവൻ അവിടുന്ന് പാടി. വഴക്ക് ബഹയാർട്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിൽ വലിയ അവാർഡ് എന്താ വേണ്ടത്, ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള പാട്ട് പുള്ളി ഇങ്ങനെ പാടിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അന്ന് വളരെ ഇതായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഇപ്പോൾ ലാസ്റ്റിലേ പിന്നെ കുറച്ച് പടങ്ങളും കൂടി എല്ലാം കൂടി പിന്നെ കഴിഞ്ഞ കൊല്ലം ഒരു താരാട്ട് പാടാൻ കഴിഞ്ഞു. അത് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. അത് താരാട്ട് പിന്നെ ഇത് ജഹാംഗീർ എന്ന് പറഞ്ഞിട്ടേ വെഞ്ഞാറമൂട് തിരുവനന്തപുരത്ത് ഒരാളുണ്ട്. അയാൾ ഡയറക്റ്റ് ചെയ്ത പടമാണ് അത്. പിന്നെ ഈ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ തന്നെ, കാരണം അയാളും ഒരു കിഡ്നി രോഗിയായിരുന്നു. പിന്നെ അങ്ങനെ ഈ ആ കഥ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ 2-3 പാട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റിലാണ് എന്നെ വിളിച്ച് പറയണത് ഒരു താരാട്ട് എഴുതാൻ. താരാട്ട് എഴുതാൻ പറഞ്ഞ് ഞാൻ അത് എഴുതി കൊടുത്തപ്പം അൻവർ ഖാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരാളെ ട്യൂൺ ചെയ്തത്. ട്യൂൺ ചെയ്ത് പിന്നെ പിന്നെ മഞ്ചരിയാണ് പാടിയത്. മഞ്ചരി ഗായികല്ലേ. അപ്പോൾ വെറുതെ അപ്പോഴൊക്കെ ഉണ്ടായ ചെറിയ സംഭവം പറഞ്ഞത്. അപ്പോൾ പാടുമ്പോഴേ ഞാനില്ല. മഞ്ചരി എൻ്റെ പല പാട്ടുകളും മുമ്പേ ഇവിടുന്ന് കോഴിക്കോട് നിന്നൊക്കെ പാടിയിട്ടുണ്ട്. അവർ കോഴിക്കോട് വന്നാൽ ഞാൻ അത് പറയാൻ മറന്നു, ശാസ്തമംഗലത്ത് ഇത് സംഗീതികയിൽ വർക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ താഴെ സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിങ് സ്റ്റുഡിയോ. അപ്പോൾ ഇവരൊക്കെ പാടാൻ വരും. പിന്നെ അപ്പോൾ അവളുടെ അമ്മ ഒരു സൈക്കോളജിസ്റ്റാണ്. അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല പരിചയമുണ്ട്. അങ്ങനെ അവർ പിന്നെ ഉള്ള സമയത്തായതുകൊണ്ട് അന്നാണ് ഇവളുടെ കല്യാണം. എന്നെ കല്യാണത്തിന് വിളിച്ചിരുന്നു. അവിടെ അതൊക്കെ പോയിട്ട് വന്നത്. പക്ഷേ ഈ പാട്ട് പാടുമ്പോൾ ഞാനില്ല അത് കേൾക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. പാട്ട് വളരെ നന്നായി പാടിയ വിളി. എന്നിട്ട് അവൾക്ക് ഏറ്റവും നല്ല ഗായികക്കുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡും കിട്ടി. അപ്പോൾ ഞാൻ എല്ലാത്തൊരു വിളിച്ചപ്പോഴേ ഞാൻ ചോദിച്ചു കുട്ടികളായോ എന്ന്. അന്ന് കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടാണ്. ഒരു മറുപടിയും പറയണില്ല. രണ്ടാമതും വിളിച്ചു, അപ്പോഴും മറുപടി പറയണില്ല. മൂന്നാമതും ചോദിച്ച മറുപടി ഇല്ല. അവസാനം
ഞാൻ ചോദിച്ചു, ഞാൻ അന്ന് കല്യാണത്തിന് വന്നത് ഓർമ്മയില്ലേ എന്ന്. അടുത്ത കല്യാണത്തിന് വരണം. അപ്പോൾ അത് ഡൈവേഴ്സായി പോയി എന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം അടുത്ത കല്യാണം കഴിഞ്ഞെന്ന് തോന്നുന്നു. 2006-ലാണ് സാർക്ക് ഇതുപോലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്. അത് മറ്റേ ഇതിലാണ്, ടി വിയിലുള്ള. പിന്നെ അത് ഇയാളുടെ എന്തായാലും മറ്റേ ഇയാൾ നെടുപടി വേണു ഒരു ഗസൽ ഗായകനായിട്ട് അഭിനയിക്കുന്നത്. രാഗാർദ്രം എന്നായിരുന്നു പിന്നെ രമേശ് നാരായണ മ്യൂസിക്. അത് അന്ന് കുറച്ച് നല്ല വരി കിട്ടി. ആത്മാവിലാളുന്ന അഗ്നിയാണ് ഓമനെ അനുരാഗം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിനാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്. കാനേഷ് പൂനൂർ എന്നുള്ള പേര് ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ബാലഭൂമി അല്ലെങ്കിൽ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് താങ്കൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്ക ഓർക്കുന്നുണ്ട് എന്നുള്ളത് മമ്മൂക്കയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ബാലഭൂമിയിൽ നിന്ന് അന്നൊക്കെ മമ്മൂക്ക ഇതുപോലെ കുറേ കാര്യങ്ങൾ എഴുതി അയക്കും. അതിൽ അന്ന് കാലത്ത് എഴുതിയിരുന്ന ആളുകളിൽ ഒരാളാണ് കാനേഷ് പൂനൂർ, സത്യൻ അന്തിക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ഓർക്കുന്നുണ്ട്. എന്ത് പറയുന്നു അതൊക്കെ? അല്ല, നമുക്ക് പല കാര്യങ്ങളും പിന്നെ നമ്മളുടെ ഈ സർഗഭാവന വിടർന്ന് നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ വരികയാണല്ലോ. നമ്മൾ ആദ്യം ആലോചിച്ച് വെച്ചിട്ടല്ല ഒരു കൽപ്പന നമ്മളെ മനസ്സിൽ അങ്ങനെ ഒരു വിരിഞ്ഞു വരികയാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ളതാണ്. ആദ്യം ഞാൻ ചന്ദ്രികയിലായിരുന്നു തുടങ്ങിയിരുന്നു. പിന്നെ മാധ്യമത്തിൽ പറഞ്ഞപ്പം അവർ തുടങ്ങി അതിങ്ങനെ 6 വർഷം നീണ്ടു നിന്നു. അത് എനിക്ക് പിന്നെ വളരെ ഇതായിട്ട് അത് ഒ അബ്ദുറഹ്മാൻ സാഹിബാണ് പറഞ്ഞത്. പുള്ളി ഞാൻ പണ്ട് എഴുതിയ നർമ്മം വായിച്ചതുകൊണ്ടേ അത് എഴുതിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്കത്തട്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അപ്പോൾ അത് കൊണ്ടിരിക്കുമ്പം അവിടെ ചിലരൊക്കെ മുറുമുറുക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ഓറാന്നുള്ള കണക്കൊക്കെ ഞാനത് കേട്ട ഉടനെ നിർത്തി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അവർ വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ 6 വർഷം തുടർന്നു. അപ്പോൾ എന്താ പറയുക, ഈ നർമ്മം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആലോചിച്ച് വെച്ചിട്ടല്ല. ഒരു 1-2 ഉദാഹരണം പറയാം. ഒരു പെൺകുട്ടി ചോദിച്ചു, എനിക്കൊരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട്, അവസാനമുള്ളത് ആയുർവേദ ഡോക്ടറും അലോപ്പതി ഡോക്ടറുമാണ്, ആരെ ഞാൻ സെലക്ട് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു, ആയുർവേദമാണ് നല്ലത്, ഇഷ്ടവും കിട്ടും അരിഷ്ടവും കിട്ടും, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും നമ്മൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഓർക്കുമ്പോൾ ചില ഫിലോസഫിയും കിട്ടും. എൻ്റെ വസ്ത്രം അലക്കിയിട്ട് വെളുക്കുന്നില്ല, എന്ത് ചെയ്യണം? കാലമാണ് ഏറ്റവും നല്ല അലക്കുകാരൻ, കറുത്ത മുടി വെളുപ്പിക്കാൻ കാലത്തിനെ കഴിയും. അതെ, ഇതിപ്പോൾ പുസ്തകം കമ്പോഴുണ്ട്. കാരണം നമ്മൾ ഇതായിട്ടുമല്ലേ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പിന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരില്ലേ, മറ്റേ വിജി തമ്പി, റോസി തമ്പി, ഇങ്ങനെയുള്ളവർക്കൊക്കെ അത് വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ബുക്കാക്കണം എന്നുള്ള പറഞ്ഞു. ബുക്കായി നമ്മൾ കമൻ്റൊക്കെ എഴുതി തരാം. നമ്മളെ എന്താണ് ശ്രീധരൻ അല്ലേ, മറ്റേ കഥാകൃത്ത് നോവലിസ്റ്റ്, അയാൾ എപ്പോഴും പെരുമ്പടവൻ ശ്രീധരൻ, അയാളും പറയായിരുന്നു അത് ബുക്കാക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇത് ചെയ്യായിരുന്നു. അടുത്ത് ചെയ്യുന്നത് ഞാൻ എല്ലാം കൂടി കുറച്ചൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? നമ്മളെ അടുത്ത് അന്ന് കത്ത് രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ അല്ലെ പ്രതികരണം വരുന്നതൊക്കെ. ഇപ്പോൾ എഡിറ്റർ എന്ന നിലക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ എഴുത്തിൻ്റെ നമ്മൾ കൈകാര്യം ചെയ്ത ഈ മേഖലയിൽ ആ നിലക്കൊന്നും ഒരിക്കലും അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട്. മാപ്പിളപ്പാട്ട് മേഖലയിൽ ഒരു കവിതാ സ്പർശം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കവിതാ സ്പർശനം പോലെയുള്ള കാര്യങ്ങൾ, അത് പരമ്പരാഗതമായിട്ടുള്ള പാട്ടുകൾ മാത്രമാണ് യൂത്ത് ഫെസ്റ്റിവലോ യുവജനോത്സവങ്ങളിലൊക്കെ ആളുകൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ വിധികർത്താക്കൾ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകളൊന്നും സ്വീകരിക്കുന്നില്ല? അല്ല, അത് ശരിക്ക് അത് നമ്മളുടെ അതിലൊക്കെ വരുന്ന സിലബസൊക്കെ ഉണ്ടാക്കുമ്പോഴുള്ള ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് മാപ്പിളപ്പാട്ടും, ഈ മാപ്പിള മനസ്സിനെ ആവിഷ്കരിക്കുന്ന ഏത് പാട്ടും ഇതിൽ വരണം. അപ്പം പഴയ മട്ടിലെ ഈ മിശ്രമായിട്ടുള്ള പിന്നെ ഭാഷകൾ കൊണ്ടൊക്കെ ഉള്ളതാണെന്ന് അങ്ങനെ വരുത്തി തീർക്കുക. പക്ഷെ അതിൽ നല്ലതുണ്ട്. വൈദ്യരൊക്കെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലും കവിതയൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് നല്ല പാട്ടാകുന്നത്. പുതിയ കാലഘട്ടത്തിൽ കോഴിക്കോട് പല ബിസിനസ്സുകാർ വരെ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ
ഫോക്കസ് മാൾ സലാം ക നമ്മൾ വിളിക്കുന്ന കെ അബ്ദുസലാം, അദ്ദേഹം വളരെ നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പാട്ടുകൾ വളരെ പ്രണയാതുരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഏത് രൂപത്തിലുള്ള പാട്ടുകളും മാപ്പിളപ്പാട്ടായാലും കൃഷ്ണനെ കുറിച്ച് പ്രകീർത്തിച്ചിട്ട് ഭക്തിസാന്ദ്രമായിട്ട് എഴുതിയ പാട്ടുകളും എല്ലാം അതിൽ വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ പറയട്ടെ, ഞാനിപ്പോഴും ഒരു സിനിമയിൽ ശ്രീകൃഷ്ണനെ പറ്റിയുള്ളൊരു പാട്ട് എഴുതി അതിൻ്റെ പുനരാവിഷ്കരണമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അലക്സ് പോൾ എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അയാൾ തന്നെ സിനിമ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുക. സുൽത്താൻ ബത്തേരി വെച്ചിട്ടാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുക. അതിൽ ഒരു നല്ല റോള് എൻ്റെ മകനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ പാട്ട് പിന്നെ ട്യൂൺ തന്നിട്ട് കുറച്ച് ഭാഗം എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് ചിലപ്പം ചിത്ര പാടുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏറ്റവും നല്ല ഗായികയെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞു കിട്ടും. അല്ല, ട്യൂൺ അക്കാലത്ത് ട്യൂൺ തരുന്ന ഇതേ അല്ല. പക്ഷെ നമ്മൾക്ക് നമ്മളെ മനസ്സിൽ ആ താളുള്ളത് കൊണ്ട് ഒരു പ്രയാസവും ഇല്ല. പക്ഷേ ഈ പുതിയ കാലത്ത് അവർക്ക് എന്ത് അർത്ഥം എന്താണെന്നുള്ളതിൽ പലർക്കും ഇല്ല. അതെന്നോട് നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും പ്രശസ്തനായ കവിയില്ലേ റഫീഖ് അഹമ്മദ്, ഏറ്റവും നല്ല പാട്ടുകൾ എഴുതുന്ന ആളാണ്. പക്ഷെ ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാട്ടുകളെ ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തേക്കാൾ പോപ്പുലർ ആവുകയായിരുന്നു എന്ന്. പക്ഷെ അദ്ദേഹം ഒരു സംഭവം എന്നോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒന്നിച്ചുള്ളപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനായ ഒരു മ്യൂസിക് ഡയറക്ടറെ ഇങ്ങനെ ഇത് ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു സ്ഥലത്ത് ഒരു വാക്ക് വേണം. ആ അളവെത്രയാണെന്ന് ഠഡം ആ അളവിൽ വേണം. അപ്പോൾ പിന്നെ ശലഭം എന്നാണ് ഇയാൾ എഴുതി. അപ്പോൾ പയ്യൻ പറയാണ്, എത്രേ ശലഭം പറ്റൂല, ശലഭം അടിക്കും. ഉദ്ദേശം മനസ്സിലായില്ലേ? അടിക്കുമെന്ന് പറഞ്ഞു. ഞാനെന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു പ്രസംഗം ഉണ്ടായി. ഞാൻ ഇങ്ങനെ പറഞ്ഞു പുതിയ മ്യൂസിക് ഡയറക്ടറിന്ന്. അപ്പോൾ അവർ പിന്നെ ശലഭം ശലഭം പറക്കുമെന്നല്ല, അടിക്കുമെന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ റഫീഖ് അഹമ്മദ് ഞങ്ങൾ അതിനെ പറ്റി ഒരുപാട് സംസാരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പാട്ടുകളുടെ ആ കാവ്യാത്മകത ഇല്ലാതാവണത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഇപ്പോഴും എഴുതുന്നതിലും നല്ല പാട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആൾക്കാരുടെ കഴിവനുസരിച്ചല്ലേ. ഇപ്പോൾ അത് പിന്നെ ഇയാളൊക്കെ മറ്റേ നമ്മളെ ഗിരീഷ് പുത്തഞ്ചേരിൻ്റെ ഒരു പാട്ടൊക്കെ അല്ലേ, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം ഒക്കെ മനോഹരമായ പാട്ടാണ്. പുതിയ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രസക്തി ഉണ്ടോയെന്ന് അറിയില്ല. ഈ പുതിയ കാലത്തെ പാട്ടിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു തമാശയും കൂടി പറയാം വേണമെങ്കിൽ. പിന്നെ ഒരിക്കലേ പിന്നെ ഈ തൂക്കാൻ വിധിക്കുമ്പോഴേ അവസാനത്തെ ആഗ്രഹം ചോദിക്കുമല്ലോ. അങ്ങനെ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യും പോലീസ് വന്നിട്ട്. എന്താണെന്ന് വെച്ചാൽ കാരണം ലാസ്റ്റ് ആഗ്രഹം ആയതുകൊണ്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു അടിപൊളി പാട്ട് പാടണം. അതിനുള്ള അറേഞ്ച്മെൻറ്റ് രണ്ടാളുണ്ട്, രണ്ടാളെ തൂക്കാൻ വിധിച്ചതാണ്. അപ്പോൾ രണ്ടാൾക്കും ആദ്യത്തെ ആളോട് ചോദിച്ചപ്പോഴാണ് ഇത് പറഞ്ഞത്, എനിക്ക് ഒരു അടിപൊളി പാട്ട് പാടണം. അങ്ങനെ പറയുന്നുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്തു തുടങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? ആ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ദയവായിട്ട് ഇതിനെ തൂക്കിലേറ്റണം എന്ന് പറഞ്ഞു അയാളെ ആഗ്രഹം. അപ്പോൾ പുതിയ പാട്ടിൻ്റെ ഒരാളുടെ പാട്ടും മറ്റൊരാഗ്രഹവും. എന്തായാലും വളരെ സന്തോഷം. നമ്മള് കാനേഷ് പൂനൂർ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ജീവിതയാത്രകള് ഇപ്പോൾ പാട്ടെഴുത്ത് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് സിനിമ പാട്ട് രചന എന്ന് പറയുന്നത് അതും 1979 മുതൽ ഇന്നിപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന പഴശ്ശിരാജ, അതിൽ വരെ നമ്മുടെ പാട്ട് വന്നു എന്നുള്ള, നമ്മുടെ വരികൾ വന്നു, ആളുകൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് സാറെ പോലുള്ള ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ നന്ദി. ഓക്കെ, ഇത്രയും നേരം എന്നെ സഹിച്ചതിന് വളരെ സന്തോഷം. പ്രശസ്ത സിനിമാ ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനും സാഹിത്യകാരനുമായ കാനേഷ് പൂനൂരിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നർമ്മത്തിലൂടെയും പാട്ടിലൂടെയും മറ്റുമായി നമ്മളോട് പങ്കുവച്ചു. വളരെ നന്ദി, സന്തോഷം സർ.